ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച എത്രയോ നേതാക്കളുണ്ട്. അപ്പോൾ BJP നേതാക്കൾ ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഇപ്പോഴാണ് തോന്നിയത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രചാരമായിട്ട് കാണാനുള്ളൂ. എന്തായാലും BJP നേതാക്കൾക്ക് ഇപ്പോഴെങ്കിലും ബോധോദയമുണ്ടായി നന്നായി. അവരെ പട്ടികവർഗ്ഗക്കാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യം അവർക്കിപ്പോൾ ഉണ്ടായത് തീർച്ചയായും അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവരുടെ ഒരു തീരുമാനമായിരിക്കും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ആരംഭ കാലഘട്ടം മുതൽ ഈ ജനവിഭാഗത്തെ ോടൊപ്പമാണ് കോൺഗ്രസ് ജീവിച്ചിട്ടുള്ളത്. മഹാത്മാജി തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം നേതൃത്വം നൽകുമ്പോൾ തന്നെ ഹരിജനോദ്ധാരണം ഒരു മെയിൻ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിലെ ഒരു മുഖ്യ അജണ്ടയായിരുന്നു. അങ്ങനെ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടിയാണ്. ആ പാർട്ടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും BJPക്ക് വൈകി വന്ന വിവേകം മാത്രമേ പറയാൻ പറ്റൂ. സിറ്റിംഗ് എംപിമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ UDF-ലെ സീറ്റ് ചർച്ച ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണല്ലോ, എന്താണ്? അല്ല, UDF-ലെ സീറ്റ് ചർച്ച അനന്തമായി നീണ്ടുപോകുന്നു എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗുമായിട്ടുള്ള ഓരോ കക്ഷിയുമായിട്ടുള്ള കക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി. RSPയുടെ കഴിഞ്ഞു, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കഴിഞ്ഞു. ഇവ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അത് വേഗത്തിൽ പൂർത്തിയാകും. വളരെ താമസിയാതെ തന്നെ സമരാഗ്നി ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിനിടയിൽ തന്നെ ആ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ധാരണയാവും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിയുകയാണ്. അതിനെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വമില്ല. മുരളീധരൻ രാവിലെ പറഞ്ഞത് 6 സീറ്റ് വരെ അർഹതയുണ്ട് ലീഗിനെന്നാണ്. ആ അഭിപ്രായം തന്നെയാണോ അങ്ങേക്കുള്ളത്? 6 സീറ്റിന് അർഹതയുണ്ടോ ലീഗിന്? അല്ല, മുരളീധരൻ എന്ത് പറഞ്ഞു എന്ന് ഞാൻ കണ്ടില്ല, കേട്ടിട്ടില്ല. നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല. മുരളീധരൻ എങ്ങനെയാണ് പറഞ്ഞത്, എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല, കണ്ടുമില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നത് മാത്രമാണ് കേട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോൾ അത് മറുപടി പറയാൻ കഴിയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാണ്. അങ്ങ് വീണ്ടും മത്സരിക്കുന്ന ഇപ്പോൾ യോഗത്തിലാണെങ്കിൽ പോലും പ്രസംഗിച്ചു അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിൽ. പക്ഷേ പലതരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയപ്പെടുന്നത് മാവേലിക്കരയിൽ തനിക്ക് ശേഷം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ വളർന്നു വരാൻ കൊടിക്കുന്നിൽ സുരേഷ് അനുവദിച്ചിട്ടില്ലേ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നത്. എങ്ങനെയാണ് ഞാൻ നോക്കിക്കാണുന്നത്? അത് വെറും ആരോപണം മാത്രമാണ്. ഞാൻ തന്നെ പാർട്ടി നേതൃത്വത്തോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയാണ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ആര് മത്സരിക്കേണ്ടതെന്ന്. അത് പാർട്ടി തീരുമാനിക്കും. അക്കാര്യത്തിൽ ആര് ആണോ പാർട്ടി തീരുമാനിക്കുന്നത് അവർ മത്സരിക്കും. അതിന് അവസരങ്ങൾ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ സ്വയം പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ മാവേലിക്കര മണ്ഡലത്തിലായിരുന്നാലും ആലത്തൂർ മണ്ഡലത്തിലായിരുന്നാലും അവിടെ സംവരണ മണ്ഡലങ്ങളാണ്. അത് രണ്ട് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി പുതിയ ആളുകൾ വേണമോ? പാർട്ടിക്ക് തീരുമാനിക്കാം. അല്ല, നിലവിലുള്ള ആളുകൾ തന്നെ തുടരുകയാണോ? അത് പാർട്ടിക്കാണ് തീരുമാനം. ചെറുപ്പക്കാർ വേണമോ? അത് പാർട്ടിക്ക് തീരുമാനിക്കാം. അതല്ല, മുതിർന്നവർ വേണമോ അല്ലെങ്കിൽ വനിതകൾ വേണമോ? ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനത്തിനനുസരിച്ചാണ് സ്ഥാനാർത്ഥികൾ വരുന്നത്. അതുകൊണ്ട് അത്തരം ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല.